പോലെ പഴുത്ത കുറച്ച് നാട്ടുമാങ്ങ കിട്ടിയിട്ടുണ്ട്. നന്നായി കഴുകി തോലൊക്കെ കളഞ്ഞതിന് ശേഷം വേവിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു ചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ മാങ്ങയൊക്കെ ആവശ്യത്തിനുള്ളതെടുത്ത് തോലൊക്കെ കളഞ്ഞ് ചട്ടിയിലിട്ട് കൊടുത്തതിന് ശേഷം 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് കീറി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിലുള്ള ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വേകാനായിട്ട് വെച്ച് കൊടുക്കുക. മാങ്ങ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് തേങ്ങയും ജീരകവും കൂടി നല്ല മഷി പോലെ അരച്ച് ചേർത്ത് കൊടുത്ത് അരപ്പ് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഉടച്ച കട്ട തൈര് ചേർത്ത് കൊടുത്ത് കടുക് വറുത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും താളിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള കുറുകിയ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്.